എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 164-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇമേ സോമാസ ഇന്ദവ സുദാസോ അതിബർഹിഷി താൻ ഇന്ദ്ര സഹസേ പിബ. ഇതാണ് മന്ത്രം. അന്വയം: ഹേ ഇന്ദവ ഇമേ സോമാസ ബർഹിഷി അതിസുദാസ ഹേ ഇന്ദ്ര സഹസേ താൻ സോമാൻ പിബ. ബർഹിഷി അതിസു ബർഹിഷി അതിസുദാസ. യജ്ഞവേദിയിൽ നന്നായിട്ട് സംസ്കരിച്ച് ദർഭപിരിപ്പിൽ വിരിച്ചതായിട്ടുള്ള സോമവേദിയിൽ സോമരസം. ഇമേ സോമാസ ദ്രവരൂപത്തിൽ അതാതു പാത്രങ്ങളിൽ സംഭരിച്ച് വെച്ചിട്ടുള്ളതായ സോമരസം. സഹസേ ബലം വർദ്ധിക്കാനായിട്ട്. താൻ പിബ അത് അല്ലയോ ഇന്ദ്രദേവ ബലം വർദ്ധിക്കാനായിട്ട് അങ്ങ് പാനം ചെയ്താൽ. അർത്ഥം: സോമരസം ദ്രവരൂപത്തിൽ സംസ്കരിച്ചിട്ട് ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് യാഗവേദിയിൽ. അവ ഉത്കൃഷ്ട പദാർത്ഥങ്ങൾ ചേർത്ത് സംസ്കരിച്ചതാണ്. അതാണ് സോമരസത്തിന്റെ പ്രത്യേകത. സോമരസം ഉത്കൃഷ്ടമായ പദാർത്ഥങ്ങൾ ചേർത്ത് സംസ്കരിച്ച് യാഗവേദിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവന്മാർക്ക് പാനം ചെയ്യാനായിട്ട്. ആയതിനാൽ സോമരസം അത്യന്തം ഇഷ്ടപ്പെടുന്ന ദേവനാണ് ഇന്ദ്രൻ. ആയതിനാൽ അല്ലയോ ഇന്ദ്രദേവ അങ്ങ് വർദ്ധിച്ച ബലം നേടാനായിട്ട് ആ സോമരസങ്ങൾ നന്നായി പാനം ചെയ്താൽ. സോമരസം ദർഭവിരിപ്പിൽ ഇരുന്ന് അങ്ങ് പാനം ചെയ്താലും. യാഗവേദിയിൽ പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള സോമരസം അത് ദർഭവിരിപ്പ് വിരിച്ചിട്ടാണ് അതിൽ പ്രതിഷ്ഠിക്കുന്നത്, അതിൽ വെക്കുന്നത്. ദർഭപ്പുല്ല് വളരെ ദൈവീകമായ ഒരു സങ്കല്പമുള്ള പുല്ലാണ്. അതുകൊണ്ടാണ് അത് യാഗവേദിയിൽ യാഗകർമ്മങ്ങൾക്ക് മറ്റ് എല്ലാവിധത്തിലുള്ളതായ ഈശ്വരീയമായ കർമ്മങ്ങൾക്കും ദർഭപ്പുല്ല് ഉപയോഗിക്കുന്നത്. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.